ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ അടുപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് പരമാവധി കിണഞ്ഞു പരിശ്രമിക്കുന്നെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല. നമുക്കറിയാം, അലാസ്കയിൽ വെച്ച് നടത്തിയ ചർച്ച, ആങ്കറേജിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ ഒരു രീതിയിലും തീരുമാനത്തിലേക്ക് എത്താൻ വ്ളാഡിമിർ പുടിനോ ഡൊണാൾഡ് ട്രംപിനോ കഴിഞ്ഞില്ല. പല ഉപാധികളും അമേരിക്ക മുന്നോട്ട് വെച്ചെങ്കിലും റഷ്യ അതിലൊന്നും വീണില്ല എന്ന് മാത്രമല്ല, റഷ്യയെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. എന്നാൽ ചർച്ചകൾ അവസാനിക്കുന്നില്ല എന്ന ഒരു ഉറപ്പ് മാത്രമാണ് ഡൊണാൾഡ് ട്രംപിന് ആ നിമിഷം കൊടുത്തുകൊണ്ട് പിരിഞ്ഞത്. അതായത് അതിൻ്റെ രണ്ടാം ഘട്ട ചർച്ച മോസ്കോയിൽ തന്നെ ആയിരിക്കുമെന്ന് പുടിനും ഡൊണാൾഡ് ട്രംപും സമ്മതിച്ചുകൊണ്ട് പിരിഞ്ഞു. ഇതിനകത്ത് യൂറോപ്പിലെ രണ്ട് പ്രമുഖ രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിരിക്കുന്ന ഫ്രാൻസും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്ത് പോയ ബ്രിട്ടനും ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ നിർണായകമാണ്. ഉക്രൈനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യൂറോപ്യൻ യൂണിയനാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഉക്രൈൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി. റഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരുടെ സോവിയറ്റ് യൂണിയൻ തകർക്കപ്പെട്ടതിന് ശേഷം യൂറോപ്യൻ യൂണിയൻ്റെ ഉദയവും യൂറോപ്യൻ യൂണിയൻ്റെ പ്രധാനപ്പെട്ട സ്വാർത്ഥ താല്പര്യങ്ങളെയും റഷ്യ ഒരു രീതിയിലും അംഗീകരിക്കുന്നില്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫെഡറേഷനെ തകർക്കുന്ന ദുഷ്ടബുദ്ധിയോടുകൂടി, ദുഷ്ടലാക്കോടുകൂടിയാണ് യൂറോപ്യൻ യൂണിയൻ നീങ്ങുന്നത്. അവരെ ഇനിയും തകർത്ത് കളയാം എന്ന ഒരു വൈരാഗ്യ മനോഭാവത്തോടുകൂടി നീങ്ങുന്ന സമീപനത്തിനെതിരെയാണ് റഷ്യ ഏകപക്ഷീയമായി തിരിഞ്ഞിരിക്കുന്നത്. നിലവിൽ സുരക്ഷാ സമിതിയിൽ അംഗത്വമുള്ള യൂറോപ്യൻ യൂണിയനിലെ രാജ്യമായ ഫ്രാൻസിന് നിർണായക നീക്കമാണ് ഇതിനകത്ത് നടത്താൻ കഴിയുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ തയ്യാറെടുക്കുകയാണ്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് മാത്രം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്നതല്ല ഇത്. ഉക്രൈൻ്റെ പ്രസിഡന്റായ വ്ളോഡിമിർ സെലൻസ്കിയും അതുപോലെ തന്നെ റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനുമായും വെവ്വേറെ സംസാരിക്കാനാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നിലുള്ളത്. അമേരിക്ക നിർണായകമായും ഇതിനെ കാണുന്നത്, അമേരിക്കയെ കൊണ്ട് മാത്രം കഴിഞ്ഞില്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ നിൽക്കാൻ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങൾ കൂടി ശ്രമിച്ചാൽ അവരെയും പങ്കെടുത്തുകൊണ്ടായിരിക്കും ഇതിനകത്ത് പ്രധാന വഴിത്തിരിവുണ്ടാക്കുക. ഒരിക്കലും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് അമേരിക്കയ്ക്ക് പ്രത്യേകമായ ആവശ്യങ്ങളുണ്ട്. അതിന് കാരണം പലതാണ്. ഒന്നാമത്, ഉക്രൈനുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ നാച്ചുറൽ എർത്ത് മിനറൽസുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഉക്രൈനിൽ നിന്നും നിരവധിയായ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ അമേരിക്കയ്ക്ക് കവർന്നെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിന് ഉക്രൈൻ സമാധാന അന്തരീക്ഷത്തിലേക്ക് മടങ്ങിയാലേ മതിയാവുകയുള്ളൂ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആണവ നിലയങ്ങൾ സംരക്ഷിക്കുക എന്നതിനപ്പുറം ഉക്രൈൻ അവർക്കെതിരെയുള്ള പ്രത്യാക്രമണത്തിന് ഉക്രൈനെ മറയാക്കി യൂറോപ്യൻ യൂണിയൻ നടത്തുന്ന സ്വാർത്ഥ താല്പര്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കുകയും വേണം. ഇത് രണ്ടും ഒരേ സമയം എങ്ങനെ നടക്കും? ലോകം കാത്തിരിക്കുകയാണ്.